നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സാഹിത്യപരമായ എന്തെങ്കിലും ഒരറിവ്, നമുക്ക് കിട്ടുന്ന ഒരറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് എനിക്കൊരു സന്തോഷമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നല്ലൊരു വിഭവം ഉണ്ടാക്കിയാൽ മറ്റുള്ളവർക്കൊക്കെ കുറേശ്ശെ കൊടുത്തിട്ട് നമ്മൾ കഴിക്കുക, അതൊരു സന്തോഷമാണ്. ഒരു പായസം വച്ചാൽ മറ്റുള്ളവർക്ക് അല്പം കൊടുക്കുക, നമ്മൾ കഴിക്കുക, അതൊക്കെ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ അറിവുകൾ വളരെ കുറവാണ്, പരിമിതമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ, ആ ഉള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് എനിക്കൊരു സന്തോഷമാണ്. ഞാൻ ഇന്ന് സാഹിത്യപരമായിട്ട് ഒരു കവിത ചൊല്ലാം. ഇപ്പം നമ്മൾ ഏതാനും ചില തിരഞ്ഞെടുക്കപ്പെട്ട നല്ലതായ കുറേ ശ്ലോകങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ടും പലരിൽ നിന്നും പല വഴിക്കും കേട്ടിട്ടുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ശ്ലോകങ്ങൾ ഒരു കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു ശ്ലോകമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ശ്ലോകം എഴുതിയിട്ടുള്ളത് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ എന്ന് പറയുന്നൊരു കവിയാണ്. അദ്ദേഹം പഴയ കവിയാണ് കേട്ടോ, പഴയ കാലത്തുള്ള പുസ്തകം ഒക്കെയാണ് അദ്ദേഹത്തിൻ്റേത്. ഈ ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ പറയുന്നത്, ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്, ഏറെ കാലമായിട്ട് അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടു, ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. രണ്ട് കുടുംബക്കാരും തമ്മിൽ ആലോചിച്ച് വേണ്ട വിധത്തിൽ യഥാവിധി വിവാഹം ചെയ്തു. വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ആ ദാമ്പത്യ ജീവിതം. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ആ ദാമ്പത്യവല്ലരിയിൽ 2 പൂക്കൾ വിരിഞ്ഞു എന്ന് പറഞ്ഞാൽ 2 കുട്ടികളുണ്ടായി. ആ കുട്ടികൾ 2 പേരും ഒന്നും വളർന്നു വലുതായിട്ടൊന്നുമില്ല. അവർ കുട്ടികളായിരിക്കെ തന്നെ എന്തിനു പറയണം, ഒരു ആകസ്മികമായി ഒരു രോഗം പിടിപെട്ട് ആ സ്ത്രീ അങ്ങ് മരിച്ചു. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ വിധിയെപ്പറ്റി ഓർത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ആ ശ്ലോകം ഇനിയൊന്ന് കേൾക്കാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, ഭാര്യയുടെ വേർപാട് അദ്ദേഹത്തിൽ വരുത്തിയ മാറ്റം എന്താണ്? ഭൂലോകം ശൂന്യമായി, ഈ ഭൂമിയൊക്കെ ശൂന്യമായിട്ട് ഒന്നുമില്ല. ഇവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, ഇരുട്ടില്ല, വെളിച്ചമില്ല, വൃക്ഷങ്ങളില്ല, ലതാദികൾ ഒന്നും കാണാനില്ല, മലയും ഇല്ല, പുഴയുമില്ല, എല്ലാം അങ്ങനെ ശൂന്യമായി. ഭൂലോകം ശൂന്യമായി, ഹൃദയമൊരു തമോ മണ്ഡലം പോലെയായി. എൻ്റെ ഹൃദയം നല്ല വെള്ളിയും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്ന ഹൃദയം. എനിക്ക് എല്ലാവരോടും സന്മനസ്സുണ്ടായിരുന്നു, നല്ലൊരു ഹൃദയമുണ്ടായിരുന്നു, ഞാൻ ദയാലുവായിരുന്നു, ഞാൻ നർമ്മ സംഭാഷണങ്ങൾ ചെയ്തിരുന്ന ആളാണ്, ആസ്വദിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇന്ന് അവിടെ എല്ലാം ഒരു തമോമണ്ഡലം പോലെയായി. തമോമണ്ഡലം, തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, തമോമണ്ഡലം പോലെയായി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇരുട്ടായി. ഒരു വെളിച്ചമില്ല എൻ്റെ ഹൃദയത്തിൽ. ഹൃദയം ഒരു തമോമണ്ഡലം പോലെയായി, ഭൂലോകം ശൂന്യമായി. ഹൃദയം ഒരു തമോമണ്ഡലം പോലെയായി. ത്രൈലോക്യത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയകരനായ മൂർത്തിയും ശത്രുവായി. ഈ ത്രൈലോക്യത്തിൻ്റെ 3 ലോകത്തിൻ്റെയും സൃഷ്ടിയും സ്ഥിതിയും ലയകരം എന്ന് വെച്ചാൽ സംഹരിക്കലും ഒക്കെ ആയിട്ടുള്ള ആ മൂർത്തിയും എനിക്ക് ശത്രുവായി. എന്നുവെച്ചാൽ ജഗൽ പിതാവായ ഈശ്വരനും എനിക്ക് ശത്രുതയായി എന്ന് തോന്നുകയാണ്. ഒരു ബ്രഹ്മാവെന്നോ വിഷ്ണുവെന്നോ അയ്യപ്പനെന്നോ സുബ്രഹ്മണ്യനെന്നോ അല്ല, എനിക്ക് ഈ ത്രൈലോക്യത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയകരനായ മൂർത്തി എനിക്ക് ശത്രുവായി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദൈവങ്ങളും ഇല്ല. എനിക്ക് ദൈവവിശ്വാസം അങ്ങോട്ട് ഇല്ലാണ്ടായ പോലെയായി. എനിക്ക് ദൈവം എന്നോട് ഈ കൊടുംചതി ചെയ്തില്ലേ, എൻ്റെ ഭാര്യയെ എന്നിൽ നിന്ന് വേർപ്പെടുത്തിയില്ലേ, എൻ്റെ കുടുംബം നശിച്ചില്ലേ എന്നുള്ള ചിന്ത കൊണ്ട് ഈശ്വരൻ പോലും എനിക്ക് ശത്രുവായി. ആലോലിക്കേണ്ടുമെൻ കുട്ടികളിരുവരുമെൻ 2 തോളത്തുമായി. ആലോലിക്കേണ്ട, താലോലിക്കേണ്ട,
അതായത് ശുശ്രൂഷിച്ച് സ്നേഹവാത്സല്യത്തോടെ കൊണ്ടു നടന്ന് വളർത്തേണ്ട 2 കുട്ടികളും എൻ്റെ 2 തോളത്തുമായി എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയല്ലേ മരിച്ചു പോയത്. ആ കുട്ടികൾക്ക് ആരും ഇല്ലാണ്ടായില്ലേ. അമ്മ ഇല്ലാണ്ടാവുമ്പോൾ പിന്നെ കൂടുതൽ അവർ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഉത്തരവാദിത്വം അച്ഛനിൽ വന്ന് ചേർന്നിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് പറയണേ, താലോലിക്കേണ്ടുമെൻ കുട്ടികൾ ഇരുവരുമെൻ 2 തോളത്തുമായി. കുട്ടികളെ 2 പേരെ നോക്കാനുള്ള ചുമതല എനിക്ക് മാത്രമായി. പാലോലും വാണി മൽപ്രേയസി ഇവനെ വെടിഞ്ഞീശ്വരോ രക്ഷ. പാലോലും വാണി, വാണി എന്ന് പറഞ്ഞാൽ വാക്ക്, പാലോലും വാണി എന്ന് പറഞ്ഞാലോ വളരെ മധുരമായി സംസാരിക്കുന്ന മൽപ്രേയസി എൻ്റെ ഭാര്യ എന്തായി എന്നെ വെടിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ ഉപേക്ഷിച്ചു, എന്നെ ഭൂമിയിൽ ജീവിക്കാൻ വിട്ടേച്ച് സ്വർഗലോകത്തേക്ക് പോയി. ആ ഭാര്യയുടെ വേർപാട് ഭർത്താവിൽ ഉണ്ടാക്കിയ വികാരങ്ങളാണ് ഈ ശ്ലോകത്തിലൂടെ കവി പ്രതിപാദിക്കുന്നത്. ശ്ലോകം ഞാനൊരു പ്രാവശ്യം കൂടെ വായിക്കാം, നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഭാര്യയുടെ വേർപാട് ഭർത്താവിൽ വരുത്തിയ ഒരു മാറ്റം, അതാണിത്. ഭൂലോകം ശൂന്യമായി ഹൃദയമൊരു തമോ മണ്ഡലം പോലെയായി. ഭൂലോകം ശൂന്യമായി ഹൃദയമൊരു തമോ മണ്ഡലം പോലെയായി. ത്രൈലോക്യത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയകരനാം മൂർത്തിയും ശത്രുവായി. ഈശ്വരനും എൻ്റെ ശത്രുവായി. പിന്നെ താലോലിക്കേണ്ടുമെൻ കുട്ടികളിരുവരുമെൻ 2 തോളത്തുമായി. കുട്ടികളിരുവരും 2 തോളത്തുമായി. ആ താലോലിക്കേണ്ടുമെൻ കുട്ടികളിരുവരുമെൻ 2 തോളത്തുമായി. പാലോലും വാണി മൽപ്രേയസി ഇവനെ വെടിഞ്ഞീശ്വരോ രക്ഷ. ഇനി എനിക്ക് ഈശ്വരൻ മാത്രമേ രക്ഷയുള്ളൂ. ശത്രുവൊക്കെയാണ് ഈശ്വരൻ എന്ന് ഞാൻ പറഞ്ഞു, എന്നാലും എനിക്ക് ഇനി ഈശ്വരൻ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുകയാണ് കവി. ഈ കവിത ഒന്ന് കേൾക്കുമ്പോൾ ഒരു സുഖം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു ശ്ലോകം കൂടെ ഞാൻ പറയട്ടെ, അടുത്ത ഒരു ശ്ലോകം. അതായത് നമ്മൾക്ക് എല്ലാവർക്കും രണ്ടാമത്തെ ശ്ലോകം ഇത് ഈ കവി KC കേശവപിള്ള പഴയ കാലത്തെ കവിയാണ് കേട്ടോ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആസന്ന മരണ ശതകം. അതായത് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ചിന്തകളെ പറ്റിയാണ് കൃതിയിൽ പറയുന്നത്. ആസന്ന മരണം, അടുത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്ന, ആസന്നമായിട്ടുള്ളത്, അടുത്ത് വരുന്നതായിട്ടുള്ളത്, അടുത്ത് നടക്കാനിരിക്കുന്നതായിട്ടുള്ള ആ മരണത്തിൻ്റെ ഓരോ കാര്യങ്ങളെപ്പറ്റി ആണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ആ മരണത്തെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തിയുടെ ചിന്തയാണ്. ചിന്തയിൽ പ്രത്യേകിച്ച് അതായത് ദീർഘകാലമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കട്ടിൽ രോഗിയായിട്ട് അദ്ദേഹം അങ്ങനെ കിടക്കുകയാണ്. ആ കട്ടിലിൽ അദ്ദേഹത്തിന് ഈ കിടക്ക, തലേണ അങ്ങനെയൊക്കെയുള്ള ശയനോപകരണങ്ങൾ, കട്ടിൽ, കിടക്ക, തലയണ, പുതപ്പ്, വിരി അങ്ങനെയൊക്കെയുള്ള ശയനോപകരണങ്ങളോട് ഒരു അവസാനമായിട്ട് വിട പറയുകയാണ്. നമ്മളിപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുമിച്ചാണ്. ഞാൻ ഈ കട്ടിലിൽ കിടക്കണു, കിടക്കയിൽ കിടക്കണു, പുതപ്പെടുത്ത് പുതയ്ക്കണു, തലയണ വയ്ക്കണു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്ക് മരണം ആസന്നമായിരിക്കുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് എടുത്തോണ്ട് മാറ്റൂലോ. ശരീരം ജീവനില്ലാണ്ടായാൽ പിന്നെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ശവശരീരം മാറ്റൂലോ. അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ തമ്മിലങ്ങോട്ട് വേർപിരിയാണ്. എൻ്റെ ശയനോപകരണങ്ങളുമായിട്ട് ഞാൻ വേർപിരിയാണ്. ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് ഇനി നമ്മൾ തമ്മിൽ ചേരൽ ഉണ്ടാവില്ല കേട്ടോ. അതാണ് പറയുന്നത് കവി. KC കേശവപിള്ള ആസന്ന മരണ ചിന്താശതകം എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണിത്. ശ്ലോകം ഞാനൊന്ന് വായിക്കാം.
ഇന്നോളം മമദേഹ സംഗമമിയെന്നാനന്ദമേകുന്നു പോൽ. ഇന്നുവരെ എനിക്ക് മമദേഹം എൻ്റെ ശരീരത്തിന് സംഗമമിയെന്ന്, അതായത് നമ്മൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് ആര് കട്ടിലും കിടക്കുകയൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന് ആനന്ദമേകുന്നു പോൽ എനിക്ക് സന്തോഷത്തെ നൽകിക്കൊണ്ടിരുന്നതാണ് പോൽ. തന്നോരെന്നുപദാനമേ ആനന്ദമേകുന്നു പോൽ തന്നോരുപദാനമേ, എനിക്ക് ആനന്ദം നൽകിയ ഈ ഉപകരണമേ കാണുമേ ശയനമേ. സുഖമായിട്ട് ഞാനിവിടെ കിടന്നുറങ്ങിയിരുന്ന സ്ഥലമാണ്. സന്മഞ്ചമേ, മഞ്ചം എന്ന് പറഞ്ഞ കിടക്ക, സന്മഞ്ചമേ, നല്ല കിടക്കയായിരുന്നു കേട്ടോ. നല്ല സുഖം നൽകുന്ന, സുഖമായ ഉറക്കം നൽകുന്ന ഈ കിടക്കയോട് പറയുകയാണ് കിഞ്ചമേ, ഞാൻ നിന്നോട് കട്ടിലിനോടും കിടക്കയോടുമൊക്കെ വന്നോലും വ്യഥ തീർത്തിടും വ്യജനമേ. എത്ര വയ്യാണ്ടായിട്ട് ഞാൻ വന്നു കഴിഞ്ഞ് ഈ കട്ടിലിൽ അങ്ങോട്ട് കിടന്ന വിശ്രമിച്ച എനിക്ക് സൗഖ്യമായി. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണിത്. ഭംഗം വിനാ, ഒരു വിധത്തിലുള്ള ഭംഗവും തടസ്സമൊന്നും ഇല്ലാണ്ട് നീ എനിക്ക് ആനന്ദം നൽകിയിട്ടുണ്ട്. നിങ്ങളോടിന്നോതുന്ന അവസാന യാത്രയിനി, ഞാൻ നിങ്ങളോടൊക്കെ ഇന്ന് അവസാന യാത്ര പറയുകയാണ്. നാം നേടുകില്ലിനിയില്ലെന്നുമേ, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കൂടിച്ചേരുകയില്ല. അതായത് കവിക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ മരണം സംഭവിക്കാൻ പോവുക. ഈ കട്ടിലിനോട് കിടക്കോട് ഈ ശയനോപകരണങ്ങളോടൊക്കെ ഏറെ സന്തോഷം തന്നിട്ടുള്ള ഉപകരണം ഞാൻ വിട പറയുകയാണെന്ന് മൗനമായിട്ട് കവി പറയുന്നതായിട്ടാണ് സങ്കല്പം. ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇന്നോളം മമദേഹ സംഗമമിയെന്നാനന്ദമേകുന്ന പോൽ തന്നോരെന്നുപദാനമേ ശയനമേ സന്മഞ്ചമേ കിഞ്ചമേ. വന്നോലും വ്യഥ തീർത്തിടും വ്യജനമേ ഭംഗം വിനാ, നിങ്ങളോടിന്നോതുന്ന അവസാന യാത്രയിനി നാം ചേർന്നിടുകില്ലെന്നുമേ. അവസാന യാത്ര പറഞ്ഞ് എൻ്റെ മരണം വന്നെന്നെ പുൽകുന്നു, ഞാൻ നിങ്ങളോട് വിട പറയുകയാണെന്ന് കവി പറയുകയാണ്. ഞാൻ ഇന്ന് ഈ 2 ശ്ലോകങ്ങളും നിങ്ങളുടെ ശ്രവണ സുഖത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. എല്ലാവർക്കും നന്ദി.